ഹലോ. മെലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഇന്നത്തെ വീഡിയോയിലെ ഞാൻ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവര് ദയവായിട്ട് സ്കിപ്പ് അടിക്കാതെ കാണണേ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് പുതിയ പ്രോഡക്ട്സ് നമ്മൾക്ക് വരുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ പലരും എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ബെൻസി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കണേ, പുതിയ ലിസ്റ്റ് ഇട്ട് തരണേ. ഞാൻ സ്റ്റാറ്റസ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഉടനെ സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യാം. വാട്സപ്പ് മാത്രം നോക്കുന്നവരും ഉണ്ട്. ഇത് ഞാൻ മിന്ത്രന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഡിയോഡറന്റ് ആണ്, ലേഡീസിന് വേണ്ടിയുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുമാതിരിപ്പെട്ട മണമൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ഇത് പക്ഷേ ഭയങ്കര കുത്തുന്ന മണമില്ല. ഓഫർ റേറ്റ് ആയിരുന്നു കേട്ടോ, ഒരെണ്ണം 100 രൂപയ്ക്ക്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിയാൽ മതി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഭയങ്കര മണമില്ല, എന്നാൽ നന്നായിട്ട് അത് ലാസ്റ്റ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. നല്ലൊരു സുഖമുള്ള മണമാണ്. അപ്പൊ പലർക്കും സംശയമാണ്, ദേ നമ്മൾ പുതിയ ബാച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാരും ചോദിക്കുന്നതാണ്, കഴുകി ഉണങ്ങി പൊടിച്ചതാണോ? നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് മല്ലിപ്പൊടി മുളക് പൊടിയും എല്ലാം. അപ്പം മുളക് പൊടി എൻ്റെ കയ്യിൽ 3 ടൈപ്പ് ഉണ്ട്. പലരുടെയും സംശയമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. മിക്സ് എന്ന് പറയുന്നത് എരിയുള്ള പാണ്ടിമുളക് ഉണ്ടല്ലോ, പാണ്ടിമുളകും പിരിയൻ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിന് അത്യാവശ്യം നല്ല എരിയുണ്ട്. പിന്നുള്ളത് പിരിയൻ മുളകാണ്. നേരത്തെ ഞാൻ പിരിയൻ മുളക് മാത്രമായിട്ട് വെക്കുന്നില്ലായിരുന്നു. കാശ്മീരി സെക്കൻഡ് ഗ്രേഡും കാശ്മീരി ഫസ്റ്റ് ഗ്രേഡുമായിരുന്നു. അപ്പൊ കാശ്മീരി സെക്കൻഡ് ഗ്രേഡ് ഇപ്പം മാറ്റിയിട്ട് പിരിയൻ ആക്കിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കൊഴുപ്പും ഉണ്ട്, കളറും ഉണ്ട്. കാശ്മീരി ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് നല്ല കളറും നല്ല കൊഴുപ്പും ഒട്ടും എരിയില്ല. വിദേശത്തോട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കാശ്മീരി ഫസ്റ്റ് ഗ്രേഡ് ആണ് പോകുന്നത്. 6-7 കിലോ വരെ കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ. പുതിയ പ്രോഡക്റ്റുകൾ വന്നതാണ് ഇതെല്ലാം. തിനയുണ്ട്, മണിച്ചോളം ഉണ്ട്, അരിച്ചോളം എന്നും പറയും, പിന്നെ പംകിൻ സീഡ്, ലോട്ടസ് സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പിന്നെ അത്തിപ്പഴം. പിന്നെ ഞാൻ ചോളപ്പൊടി ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ചോളം നമ്മുടെ ലിസ്റ്റിലുള്ളതാണ്. ഇത് ലോട്ടസ് സീഡ്, താമര വിത്ത്. ഭയങ്കര ഹെൽത്തിന് നല്ലതാണ്. ഡയറ്റിംഗ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. നോർത്തിലാണ് ഇത് കൂടുതലും കേട്ടോ. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇത് മേടിച്ച് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ചോളപ്പൊടി ഓൾറെഡി ചോളത്തിന്റെ പുട്ടുപൊടിയാണ് കേട്ടോ. ധാരാളം പേര് എന്റെ ഇത് മേടിക്കുന്നുണ്ട്. ചിയ സീഡും ഫ്ലാക്സ് സീഡും പംകിൻ സീഡ്, ലോട്ടസ്, ഇത് നമ്മുടെ സൺഫ്ലവർ സീഡ്, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ധാരാളം ഗുണങ്ങളുള്ളതാണ്. മില്ലറ്റ്സ് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളവരൊക്കെ മില്ലറ്റ്സ് ആണ്. ഇതാണ് അത്തിപ്പഴം, ഫിഗ്. ഇത് കൂടാതെ വേറെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ചാമേരി, വരക്, കമ്പ്, കുതിരവാലി, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ മില്ലറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അത് ഉണ്ടോന്ന് ഞാൻ റിപ്ലൈ തരാം. ഈ ചിയ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അങ്ങനെ കുടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തിയിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ വിചാരിച്ചത് ഈ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ അതിന്റെ പുറന്തൊലി കളയാതായിരിക്കും വരുന്നതെന്ന്. പലപ്പോഴും എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓൺലൈനൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര വിലയാണ് ആമസോണിലൊക്കെ. അതുകൊണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒറ്റ ഒരെണ്ണം കേടോ ഒടിഞ്ഞതോ അങ്ങനെയായിട്ടുള്ള ഒന്നുമില്ല. നല്ല സൂപ്പർ സാധനമാണ്. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഇത്രയും അറിയില്ലായിരുന്നു. ഇത് കാക്കിലോടെ പാക്കറ്റ് ആണ് കേട്ടോ. എല്ലാം കാക്കിലോടെയാണ്. പക്ഷെ തിനയും മറ്റതും 1/2 കിലോടെയാണ് കേട്ടോ. അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഓർഡർ തരണം. ഒരു 2-3 ദിവസത്തെ ടൈമെങ്കിലും വേണം. ഞാൻ ഇതെല്ലാം വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നില്ല. നിങ്ങളുടെ ഓർഡർ വന്നു കഴിഞ്ഞ് മാത്രമേ ഞാൻ ഇത് എടുക്കുന്നിടത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തത്തുള്ളൂ കേട്ടോ. കാരണം ഇത് നശിച്ചു പോയാൽ അത് പിന്നെ ഫ്രഷ് ആയിട്ട് തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് വേണ്ടവര് ഇത് ചോദിച്ചാൽ എന്റെ കയ്യിൽ സ്റ്റോക്ക് കാണത്തില്ല കേട്ടോ. ഫ്ലാക്സ് സീഡ് നമുക്ക് കട്ടിയുള്ളതും കിട്ടും, കട്ടി കുറഞ്ഞതും കിട്ടും. ഇത് കട്ടി കുറഞ്ഞതാണ്. ഇതാണ് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ട് ഏറ്റവും ഗുണമുള്ളത് കേട്ടോ. അത്തിപ്പഴം തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആയിരിക്കും സ്മൂത്തിക്കകത്തോ എന്തെങ്കിലുമൊക്കെ ഓട്സ് കുറുക്കിയതിനകത്തോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പം ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബോഡിക്ക് വേണ്ട മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക്, അയൺ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, ഫൈബർ, ഇതെല്ലാം ഈ സാധനങ്ങളിലെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പൊ രാവിലെ തന്നെ ഒരു സാമ്പാർ വെക്കാനാണ് കേട്ടോ. കുറേ നാളായിട്ട് എന്നും ഇതുപോലെ സ്മൂത്തിയോ, ഓട്സോ, റാഗിയോ, ഹെൽത്ത് മിക്സോ, അതും അല്ലെങ്കിൽ ഇപ്പൊ മില്ലറ്റ്സ് ഉണ്ടല്ലോ, മില്ലറ്റ്സിന്റെ ഉപ്പുമാവോ, അങ്ങനെയുള്ള പല ഐറ്റംസ് ആയിരിക്കും ഓരോ ദിവസവും. അപ്പൊ കുറെ ദിവസമായിട്ട് ഇഡലി സാമ്പാർ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പൊ ഈ സാമ്പാറിന് വേണ്ടിയാണ്. നമ്മുടെ സാമ്പാർ പൊടിയല്ല, കടയില് ഡേറ്റ് ആവാറായത്, എക്സ്പയറി ഡേറ്റ് ആയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു മുമ്പേ തീരാറായ സാമ്പാർ പൊടി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പൊതുവെ അതൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അതിന്റെ കണക്ക് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന സാമ്പാർ പൊടിക്കകത്ത് ഒന്നുമേ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ഥിരം സാമ്പാർ പൊടി മേടിക്കുന്ന ധാരാളം പേരുണ്ട്. ഒറിജിനൽ സാമ്പാറിന്റെ നല്ല മണമുള്ള സാമ്പാർ പൊടിയാണ് നമ്മുടേത്. അതിനകത്ത് കായം പോലും പിന്നെ എക്സ്ട്രാ ചേർക്കണം. പക്ഷെ ഞാൻ ഏത് സാമ്പാർ പൊടി യൂസ് ചെയ്താലും ലാസ്റ്റിൽ കടു താളിക്കുമ്പോൾ ലേശം ഈ കായം പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം ദോശയ്ക്കും ഇഡലിക്കും ഒരേ മാവ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഇഡലി ഉണ്ടാക്കും, ആ ക്രൈസ് അങ്ങ് തീരും, പിന്നെ ദോശയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആ മാവ് അരി അരയ്ക്കുമ്പോൾ എപ്പോഴും 2-3 ദിവസത്തേക്ക് കണക്കാക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും ജോലിഭാരം കുറഞ്ഞിരിക്കും, പിന്നെ എളുപ്പമാണ്. രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഞാൻ ചെയ്തില്ല എങ്കിൽ പോലും ജോസൻ ആവശ്യത്തിന് ദോശ ചുട്ടങ്ങ് കഴിച്ചോളും, സാമ്പാറും എന്തെങ്കിലും കറികളും ഉണ്ടെങ്കിൽ. അപ്പം ഇഡലി ആദ്യത്തെ ദിവസം മാത്രമേ ചെയ്യാറുള്ളൂ. ഇഡലി പൊതുവെ വളരെ കുറവാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലൊരു ക്രേസ് തോന്നും അപ്പോൾ മാത്രമേ ഇഡലി ചെയ്യാറുള്ളൂ. എന്നാൽ എളുപ്പപ്പണി ഇഡലിയുമാണ്. അപ്പൊ എന്റെ കയ്യിൽ സ്റ്റീലിന്റെ ഇഡലി പാത്രമാണ്. അതിനകത്തെല്ലാം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ മാവ് കോരി ഒഴിക്കണം. എന്റെ ഈ ഒരു തവിക്ക് ഒരു തവിയാണ് ഒരു ദോശയുടെ കണക്ക്. അപ്പം ഇഡലി എന്ന് പറയുന്ന ഒരു അരത്തവി അല്ലെങ്കിൽ മുക്കാത്തവി. അപ്പൊ സാമ്പാറിന്റെ ഈ കുക്കറിനകത്ത് ഒരു വിസില് ഫുൾ വരണ്ട, ഷൂന്ന് കേൾക്കുമ്പോ തന്നെ ഞാൻ ഓഫ് ചെയ്യും. പക്ഷെ ഇത് വിട്ടുപോയി, ഒരു വിസില് വന്നു, അതുകൊണ്ട് ഞാൻ ഫുൾ സ്റ്റീം കളഞ്ഞു. ഒരു 2-3 മിനിറ്റിന് ശേഷം സ്റ്റീം കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്തതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ ഫുൾ വെന്ത് പോവും. അതുകൊണ്ട് ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും വെന്ത് പോയിട്ടില്ല. അത് തുറന്നു, അതിനുശേഷം പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു. നമുക്ക് വീണ്ടും അത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇപ്പോഴത്തേക്ക് നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെയൊക്കെ തക്കാളിയും വെണ്ടയ്ക്കയും എല്ലാം ഒരുമിച്ചായിരുന്നു സാമ്പാറിന് ഇടുന്നത് കേട്ടോ. അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇത് തന്നെയാണ് നല്ലത്. പഴയ കാലത്തെ സാമ്പാർ, ഒറിജിനൽ സാമ്പാറിന്റെ റെസിപ്പി ഇതാണ്. അതായത് തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ലാസ്റ്റിൽ കടു താളിക്കുന്നതിന്റെ കൂട്ടത്തിലിട്ട് മസാലയും അന്നേരം ഇട്ട് മൂപ്പിച്ചാണ് കഷ്ണങ്ങളിൽ ഇടുന്നത്. പക്ഷെ ഞാൻ മസാല എല്ലാം ഇട്ട് വെച്ചത്, ഉപ്പും എല്ലാം ചേർത്ത് വെച്ചത് ആ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കും. അതിനു വേണ്ടിയാണ് കേട്ടോ. പലരുടെയും ഡൗട്ടാണ് നമ്മുടെ ഇഡലിയുടെ അതിൽ നിന്നും ഈ എന്താണ് ഇഡലി ഇളകി വരുന്നില്ല എന്നുള്ളത്. കണ്ടില്ലേ, വെളിച്ചെണ്ണ തേച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഇളകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇഡലി ഇളകി കിട്ടും. അതെ, ഏകദേശം നമ്മുടെ കഷ്ണങ്ങള് ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട്. മസാല ചേർക്കുന്നവർക്ക് ഈ സമയത്ത് മസാല ചേർക്കാൻ ഞാൻ ലേശം ഉപ്പും ലേശം ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ലേശം കായംപൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോ ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് പുളിവെള്ളം ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. അതിനുശേഷം ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് വെക്കും. ഒന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്യാം. ഇപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തന്നെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നു. എല്ലാരും അങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്യുന്നത് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഇഡലി സാമ്പാറും ആസ്വദിച്ച് കഴിക്കുന്നതിന്റെ എത്ര പേർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ടെന്നറിയില്ല. ചില സമയത്ത് അങ്ങനെയാണ്, നമുക്കൊരു ക്രൈസ് തോന്നും. ചില സമയത്ത് ഉച്ചയ്ക്ക് ഇന്നത് കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഇന്നത് ഉണ്ടാക്കണം. ഇഡലി ഉണ്ടാക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്ന ദിവസം പിറ്റേന്ന് നേരത്തെ എണീക്കും കേട്ടോ. എന്നും എണീക്കുന്നതിനേക്കാളും നേരത്തെ എണീക്കും രാവിലെ. കാരണം ഇച്ചിരി സമയം കൂടുതൽ എടുക്കുമല്ലോ കറിയും ഇതുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. മറ്റേ തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റാഗി ആണെങ്കിലോ ഓട്സ് ആണെങ്കിലോ ഹെൽത്ത് മിക്സ് ആണെങ്കിലോ ഒരു പണിയില്ലല്ലോ. ഇത്തിരി വെള്ളത്തിനകത്തോട്ടിട്ട് കുറുക്കിയെടുക്കുന്ന പാടല്ലേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള മാവ്, എന്റെ മാവ് പാത്രമാണിത്, അതിനകത്തേക്ക് ഇട്ട് വെച്ചു. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന്, ഞാൻ ഷോർട്സ് ആണോ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റഗ്രാമിലാണോ എവിടേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പല മീഡിയ ആണല്ലോ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിന്റെ ഷോർട്സ്,
റീല്. അപ്പൊ ഏതൊക്കെ എവിടെ ഇട്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഇത് ചതുരപ്പയറാണ്. നിങ്ങൾക്കുള്ള നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത്? ഇറച്ചിപ്പയറെന്നും പറയാറുണ്ട്. ശീതകാല പച്ചക്കറിയാണ്. ഈ ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇത് നന്നായിട്ട് കായ്ഫലം കിട്ടുന്നത് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തരാറുണ്ട്. അതിന്റെ ആ ചിറക് പോലുള്ള ഇതുണ്ടല്ലോ, അത് ഞാനങ്ങ് ചെത്തിക്കളയും. അത് വെച്ച് തോരൻ വെക്കുന്നത് അത്ര ഒരു ഇതില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ സൈഡ് ചെത്തിക്കളഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇത് പച്ചക്കറി കടയിൽ മേടിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് അധികം മുറ്റാത്തതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ അങ്ങ് അരിഞ്ഞതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആയിട്ടൊക്കെ മുറിച്ചിട്ട് അരിയാം. ഇത് ഒത്തിരി മുറ്റുന്നതിന് മുമ്പേ പറിച്ചെടുക്കണം. പെട്ടെന്ന് മുറ്റിപ്പോകുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ഇത്തിരി മുറ്റിയാൽ അതിന്റെ ടേസ്റ്റിനും മാറ്റം വരും. എത്രയും ഇളം കായ എടുക്കാമോ അതാണ് നല്ലത്. രാവിലെ തന്നെ വൻപയറാണ് വെള്ളത്തിലിട്ടിരുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. പെട്ടെന്ന് വെന്തും കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഞാൻ സാധാരണ ഇങ്ങനെ പയറൊന്നും വെള്ളത്തിയിട്ട് കുതിർക്കാറില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ എടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ കുതിർത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊന്ന് കറി വെക്കാൻ വേണ്ടിയാണ്. അത് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചു. ഇനി നമ്മുടെ തോരൻ വെക്കാനായിട്ട് അതിനകത്തേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കാന്താരി ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പിൽ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ റേറ്റ് എത്രയാണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് കയറി നോക്കാം കേട്ടോ. വാങ്ങേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം. നല്ല സൂപ്പർ പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. ജസ്റ്റ് ഒരു തിള വന്നതേ ഉള്ളൂ. വെന്തിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി ആ ചൂട് വെള്ളത്തിൽ കിടന്ന് അത് വേവുമേ. നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ആ വെളിച്ചെണ്ണയിലൊന്ന് വഴട്ടിയെടുക്കാം. എല്ലാ തോരനുകളും ചെയ്യുന്നത് തന്നെ ഒരു മാറ്റവും ഇല്ല. എന്റെ തോരൻ റെസിപ്പികളെല്ലാം സെയിം തന്നെയാണ്. എല്ലാ പച്ചക്കറികളും ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയ ശേഷമാണ് ഞാൻ മസാല ചേർക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. കാരണം ഈ വെജിറ്റബിൾസ് ഒക്കെ എണ്ണയ്ക്കകത്തൊന്ന് വയളുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ചില സമയത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിനകത്ത് തേങ്ങയും എല്ലാം കൂടെ ഞെരടിയും ചെയ്യാറുണ്ട്. ഇത് വെളുത്തുള്ളി ഞാൻ അരിയാൻ മറന്നു പോയതാണ്. വെളുത്തുള്ളി ചേർക്കാതെയും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ 2-3 പ്രാവശ്യം ഇത് എനിക്ക് കിട്ടി. ഞാൻ തോരൻ വെച്ച് കേട്ടോ. അതിൽ എനിക്ക് ടേസ്റ്റി ആയിട്ട് ഓരോ പ്രാവശ്യം ഓരോ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കാം. അത് ആ ആവിയിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ. അപ്പം തേങ്ങ പൊട്ടിക്കാനായിട്ടൊന്ന് മുറ്റത്ത് പോയതാണ്. തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിന്റെ വെള്ളം പണ്ടാണെങ്കിൽ അതിന്റെ കണ്ണ് കുഴിച്ച് കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പം വലുതായി, അതിനൊക്കെ മാറ്റം വന്നു. ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ ഭയങ്കരമായിട്ട് വർത്തായിട്ടുള്ളതാണ് ഈ ചിരവ കേട്ടോ. നേരത്തെ ആണെങ്കിൽ വർക്ക് ഏരിയയിൽ പഴയ കാലത്തെ ചിരവയുണ്ടല്ലോ ഫിറ്റ് ചെയ്യുന്നത്, അതായിരുന്നു എന്റെ നടുപൊടിയുന്ന പരിപാടിയായിരുന്നു. പലപ്പോഴും ചേച്ചിമാര് ക്ലീനിങ്ങിന് കാണാൻ വരുവാണെങ്കിൽ അവരെയും കൊണ്ട് ഒരു 2-3 തേങ്ങ തിരുമിച്ച് വെക്കും. പിന്നെ യോസാൻ ഇടയ്ക്ക് തിരുമ്മി തരാറുണ്ട്. ഭയങ്കര മടിയായിരുന്നു തേങ്ങ തിരുമാൻ. പക്ഷേ ഇത് വന്നതോടെ ഇപ്പൊ അവല് വിളയിക്കാൻ ഏറ്റവും കൂടുതൽ തേങ്ങ അവല് വിളയിക്കാൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് വന്നതിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല തേങ്ങ തിരുമാനായിട്ട്. ഇതും ഞാൻ ടാഗ് ചെയ്തേക്കാം. ഒത്തിരി പേര് ഇത് മേടിച്ചു കേട്ടോ. എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് മേടിച്ചവര്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. നല്ല യൂസ്ഫുൾ ആണ്. അപ്പം തോരന് വേണ്ടി തേങ്ങ എടുത്തു, ലേശം ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു. വേറെ മസാലയായിട്ട് ഒന്നും ഞാൻ എടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി പച്ച കാന്താരിയും ഉള്ളിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് നല്ലതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഇറച്ചിപ്പയറുണ്ടല്ലോ, ചതുരപ്പയർ, ആ ആവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അതിന്റെ കളറും ഒന്ന് മാറി. അതിനുശേഷം ഈ തേങ്ങ നടുക്കൂട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. തേങ്ങയൊന്ന് വേവണം, നന്നായിട്ട് ആവി വരട്ടെ. അതിനുശേഷം ആവി വന്ന ശേഷം ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര പെട്ടെന്ന് വേവുന്നതുമാണ്. ഇതിനധികം വേവുമില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആ വെജിറ്റബിൾസിന്റെ ഉള്ളിയുടെ ഒക്കെ വെള്ളം മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റ തോരനുകൾക്കും വെള്ളം ചേർക്കാറില്ല. നിങ്ങൾക്കറിയാമല്ലോ, ആവിയിൽ ആ എണ്ണയിൽ കിടന്ന് വേവത്തേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ഈ കസേര ഉണ്ടല്ലോ അടുക്കളയില്, അത് ഫിക്സ് ആയിരിക്കും കേട്ടോ. എപ്പോഴും ഇരുന്ന് അരിയാനും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അടുക്കള നമ്മൾ നിൽക്കുമല്ലേ, ഇച്ചിരി ഇരിക്കണമെന്ന് തോന്നിയാൽ. അത് മാത്രമല്ല, ഇവിടെ ഇരുന്നാണ് ഞാൻ കഴിക്കുന്നത്. യോസനായാലും മിക്കവാറും ഉച്ചയ്ക്ക് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 കസേരയിട്ട് ഇവിടെ ഇരുന്നായിരിക്കും കഴിക്കുന്നത്. സവാളയുള്ളിക്ക് വില ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. പക്ഷെ വെളുത്തുള്ളിയുടെ വില അങ്ങോട്ട് കുറയുന്നില്ല.
അത് കടക്കാരും പറയുന്നു അതിൻ്റെ ഉടനെ കുറയത്തില്ല. സവാളയുടെ കഴിഞ്ഞ ആഴ്ച ഉള്ളി എടുക്കാൻ പോയപ്പോൾ നമുക്ക് കടയിലും ഉള്ളി എടുക്കണമല്ലോ, അപ്പോൾ അവർ പറഞ്ഞു ഒത്തിരി എടുത്തിടണ്ട, വില കുറയുമെന്ന്. പക്ഷേ വെളുത്തുള്ളിയുടെ ഉടനെ കുറയത്തില്ലെന്നും പറഞ്ഞു. നമുക്ക് മെയിൻ വെളുത്തുള്ളിയുടെ അണിച്ചിൽ കുറയേണ്ടത്. കാരണം ഞാൻ അച്ചാർ ഇടുമ്പോഴേ എത്ര വില കൂടിയെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം വെളുത്തുള്ളിക്ക് 1000 രൂപയായെന്ന് പറഞ്ഞാലും ഞാൻ ഇടുന്ന വെളുത്തുള്ളിയുടെ അളവ് കുറയ്ക്കത്തില്ല. ഒരു 50 ഗ്രാമെങ്കിലും കുറച്ചാൽ എനിക്കങ്ങ് ടെൻഷനാണ്. അയ്യോ ഞാൻ വെളുത്തുള്ളി കുറച്ചു, ടേസ്റ്റ് വ്യത്യാസം വരുമോ? ഓൾറെഡി എല്ലാവരും ഇടുന്നതിനേക്കാളും കൂടുതലാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത്, വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും. കാരണം അച്ചാറിൻ്റെ മെയിൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇത് രണ്ടുമാണ്. അത് കുറഞ്ഞാൽ പിന്നെ അത്ര രുചിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് എത്ര വില കൂടിയാലും കുറഞ്ഞാലും ഇടുന്ന അളവ് ഞാൻ കൂട്ടത്തുമില്ല കുറയ്ക്കത്തുമില്ല. ഒരു കറക്റ്റ് അളവുണ്ട് എനിക്ക്, ആ അളവായിരിക്കും എപ്പോഴും. പ്രത്യേകിച്ച് മീനച്ചാറിനൊക്കെ നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇല്ലെന്നുണ്ടെങ്കിൽ ബീഫായാലും. കുറേ പേരെൻ്റെ അടുത്ത് മത്തി അച്ചാർ ചോദിക്കുന്നുണ്ട്. മത്തി അന്നേരം ലാഭത്തിന് കിട്ടിയാലും ഇത്രയേ ഇരുന്ന് വെട്ടി ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും ഒരാളെ കിട്ടുവാണിരുന്നു എങ്കിൽ ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ ആ സമയത്ത് കിട്ടണമല്ലോ. നമുക്കിപ്പോൾ മീൻ കിട്ടുന്ന ആ സമയത്ത് തന്നെ കിട്ടണ്ടേ. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാനും പറ്റത്തില്ല. ഞാൻ മീൻ മേടിക്കുന്ന ദിവസം ഇങ്ങോട്ട് വരണേ, വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ച് പറയാനും പറ്റില്ല. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാവരും തൊഴിലുറപ്പിന് പോകുന്നവരാണേ. അപ്പോൾ അതില്ലാത്ത ദിവസമാണ് നമ്മൾ വിളിക്കുമ്പോൾ തൂത്തുവരാനും. ഞാൻ പൊതുവേ അച്ചാർ പരിപാടിക്കൊന്നും പുറത്തുനിന്ന് ആളെ വിളിക്കില്ല. ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണം, എങ്കിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ. പിന്നെ കൂടുതലായിട്ട് ചെയ്യുമ്പം ഇഞ്ചി ചിരണ്ടാനും പിന്നെ നാരങ്ങ ഒരേ ദിവസം തന്നെ 2-3 ഐറ്റം ഇടണമെങ്കിൽ ഇപ്പം മാങ്ങ അരിയാനോ നാരങ്ങ അരിയാനോ പിന്നെ ഈ വെളുത്തുള്ളി നാരങ്ങയൊക്കെ ചെയ്യുമ്പം പച്ചമുളക് ഒത്തിരി വേണമല്ലോ, അപ്പോൾ അത് അരിയാനോ അങ്ങനെയൊക്കെ ഞാൻ പുറത്തുനിന്ന് ആളെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ എനിക്ക് അറിയാം അഡ്ജസ്റ്റ് ചെയ്ത് തീരുന്നത് ഒരു വെയിറ്റ് ചെയ്യത്തില്ല. ഒരു 2-3 കിലോ ആകുമ്പോഴേ ഞാൻ അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങും. നെല്ലിക്ക മാങ്ങയൊക്കെ നമുക്ക് ഇടാൻ എളുപ്പമാണ്. പക്ഷേ നെല്ലിക്ക ആവിയേറ്റി അത് അരിഞ്ഞ് വെക്കണം. മാങ്ങയായാലും ചെത്തി അരിഞ്ഞ് നല്ല സമയമെടുക്കും. നാരങ്ങ ആയാലും ആവിയേറ്റി അരിയൊക്കെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒന്നും ഈസി അല്ല. അരിഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ ഏറ്റവും എളുപ്പമുള്ളത് മാങ്ങ അച്ചാറാണ്. ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നൊരു 15 മിനിറ്റ് 20 മിനിറ്റ് അത്രയൊക്കെ മതി ഒരു മാങ്ങ അച്ചാർ അരിഞ്ഞു കഴിയും. പക്ഷേ അരിയൊക്കെ എന്ന് പറയുന്നത് ഒരു 10 കിലോ മാങ്ങ അരിയൊക്കെ ഒരു ദിവസത്തെ ജോലിയാണ് എൻ്റെ. ചെത്തി അരിയൊക്കെ എന്ന് പറയുന്നത് അയ്യോ ഉള്ളി എരിഞ്ഞ കൈയാണ്. അതിങ്ങനെ വെച്ചപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പോൾ ഈ കണ്ണാടി വെച്ച് ഇപ്പോൾ കണ്ണാടി ഇല്ലാത്ത എൻ്റെ ഫേസ് എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഒരു കാലത്ത് കണ്ണാടി വെക്കാൻ മടിയായിരുന്നു, വെക്കത്തില്ലായിരുന്നു. ഇപ്പോൾ വെച്ച് ഉറങ്ങുമ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം എനിക്ക്. ആരും അങ്ങനെ ശീലിക്കരുത് കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വെക്കാം. എനിക്ക് അത്യാവശ്യമുള്ളപ്പോൾ മാത്രം വെക്കാനാണ് ഇത് തന്നത്. പ്രോഗ്രസീവാണ്, പക്ഷേ വായിക്കുമ്പോൾ മാത്രം വെക്കാനാണ് തന്നത്. പക്ഷേ വായിക്കുമ്പോഴും സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴും. പക്ഷെ ഞാനിത് വെച്ച് രാവിലെ എണീക്കുന്ന ഉടനെ ഇത് മുഖത്തെടുത്ത് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു വല്ലാത്ത ഇതാണ്. അതിന് ജോസാൻ കളിയാക്കും, എന്തുവാണിത് 24 മണിക്കൂർ ഇതിപ്പോൾ മുഖത്ത് വേണോ, ഒന്ന് മാറ്റിക്കൂടെയെന്ന്. പക്ഷെ മാറ്റുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഫേസ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഒരു വല്ലാത്ത ഒരു ഇതാണ്. നന്നായിട്ട് കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വായിക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ, അല്ലാതെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാഴ്ചയ്ക്ക്. പക്ഷേ ഇത് വെച്ച് ഇപ്പോൾ അങ്ങ് ശീലമായിപ്പോയി, മാറ്റാനും പറ്റുമെന്ന് തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ പുറത്തുനിന്ന് ആളെ വിളിക്കുന്നത് ഈ മുറിയൊക്കെ തൂത്ത് തുടയ്ക്കാനും. കാരണം ഞാൻ ജസ്റ്റ് രാവിലെ അല്ല രാത്രി കിടക്കുന്നതിന് മുമ്പാണ് മുറി തൂക്കുന്നത് കേട്ടോ. രാവിലെ മിക്കവാറും സമയം കിട്ടാറില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പ് എത്ര ആയാലും, രാത്രി 12 ആയാലും 12:30 ആയാലും 1 മണിയായാലും. അപ്പോൾ എല്ലാവരും പറയും അയ്യോ രാത്രി തൂക്കരുത് ദോഷമാണ്, അങ്ങനെയുള്ളവരുണ്ട് ആയിരിക്കാം. പക്ഷേ അതിലൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നോർത്തിലേ നമ്മൾ രാത്രി തുണി കഴുകല്ലെന്ന് പറയും, രാത്രി ഇതുപോലെ തൂത്തുവാരലിൽ തുടയ്ക്കലെന്ന് പറയും. ബോംബെയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വെള്ളം വരുന്ന സമയത്താണ് എല്ലാ വീട്ടിലും തുണി കഴുകുന്നതും. അതുപോലെ തന്നെ രാത്രി ജോലി കഴിഞ്ഞ് വന്നാണ് എല്ലാവരും തൂത്ത് തുടയ്ക്കുന്നതും. അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ഡെയിലി മുറി തുടയ്ക്കും. ആകെ ഒരു മുറിയും ഇതല്ലേ ഉള്ളൂ അവിടെ, അപ്പോൾ തുടച്ചിട്ടേ കിടക്കാറുള്ളൂ. അതുപോലെ വെള്ളം വരുമ്പോഴാണ് എല്ലാവരും തുണി കഴുകുന്നത്. ഞങ്ങൾക്ക് വെളുപ്പിന് 12:30 1 മണി 2 മണിക്കൊക്കെയാണ് വെള്ളം വരുന്നെങ്കിൽ ഞങ്ങൾക്ക് പകലാണ് അന്നേരം. എല്ലാ വീട്ടിലും കതവും തുറന്നിട്ട് വരാന്തയിൽ കൂടെ നടക്കുകയും വെള്ളം പിടുത്തവും ഒക്കെ ആയിട്ട് ചില ദിവസം 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം വരുന്നത്. 3-4 ദിവസം കൂടി ഇരിക്കുമ്പോൾ വെള്ളം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് വെള്ളം വരുമ്പോൾ അങ്ങ് തുണി കഴുകും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആചാരം നോക്കിയിരുന്നാൽ അതൊന്നും അവിടെ പ്രാക്ടിക്കലല്ല. രാത്രിയിൽ പണ്ടുള്ളവർ പറയും സന്ധ്യ ആയാലും കല്ലേലടിച്ച്, എൻ്റെ കുഞ്ഞിലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, കല്ലേലടിച്ച് കഴിയുമ്പോൾ കല്ലേൽ അരയ്ക്കരുത്, മുറ്റം തൂക്കരുത്, മുറി തൂക്കരുത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മറുവശം കാണുമായിരിക്കാം. രാത്രി പുറത്തിറങ്ങി അന്ന് അകത്ത് കഴിവൊക്കെ ഇല്ലല്ലോ, രാത്രി പുറത്തിറങ്ങി കല്ലേലടിച്ച് ജന്തുക്കളും എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു ആചാരം വന്നത് അല്ലേ. അതുപോലെ മുറ്റം തൂക്കരുത് മുറി തൂക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം. രാത്രിയിൽ എഴുജന്തുക്കളും എല്ലാം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കാം. രാത്രി കല്ലിൽ അരക്കില്ലെന്ന് പറഞ്ഞാൽ അന്ന് ലൈറ്റൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും എഴുജന്തുക്കളെ അരച്ചെങ്കിലോ കണ്ടു കാണാതെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുന്നു കേട്ടോ, എനിക്കറിയില്ല. അതുപോലെ കടുക് തറ വീണാൽ അത് ദോഷമാണെന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കടുക് തറ വീണ പറക്കിയെടുക്കാൻ പറ്റും, ഭയങ്കര മെനക്കേടല്ലേ, അതുകൊണ്ടായിരിക്കാം. കടുക് തറ വീണ വഴക്ക് കൂടുമെന്ന് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നവർ കാണുമായിരിക്കും, ഞാൻ കളിയാക്കുമല്ലേ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇപ്പോഴും മുറി നോക്കുന്നത് കേട്ടോ. അത് വെളുപ്പിന് 1 മണി ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 12 മണി ആയിക്കോട്ടെ, തൂത്ത് ഇട്ടിട്ടേ കിടക്കാറുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ അത് ചെയ്യുമ്പോൾ തറ മാത്രമേ തൂക്കാറുള്ളൂ. അതുപോലെ ജനലെല്ലാം അടിക്കുക, ഫാൻ തുടയ്ക്കുക, നമ്മുടെ ജനലിൻ്റെ കമ്പികളൊക്കെ തുടയ്ക്കുക, അതൊന്നും നടക്കത്തില്ല പ്രാക്ടിക്കലല്ല ആ സമയത്ത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴേക്കും എത്രയൊക്കെ ആയാലും നമ്മുടെ ഫർണിച്ചറുകളും ജനലുകളും ഗ്ലാസും ഒക്കെ പൊടി കാണും. അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി ഞാൻ മാസത്തിൽ 1-2 പ്രാവശ്യം ചേച്ചിമാരെ വിളിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, ആരെയും ഹെൽപ്പിന് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ഹെൽപ്പർ എന്നൊരു വേർഡേ ഇല്ല. ആ ഒറ്റ ചേച്ചിമാരെ ഞാൻ വിളിച്ചിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് മാസത്തിൽ 1-2 ദിവസം. അത് പക്ഷേ എനിക്ക് നന്നായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മൾ എത്രയൊക്കെ സമയം, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഞാൻ അതിന് വേണ്ടി ചിലവഴിക്കണം. മൊത്തത്തിൽ മാറാലി അടിക്കാൻ ഞാൻ മുറ്റത്തിറങ്ങുന്ന സമയത്ത് അത് ഫ്രണ്ടിലായിക്കോട്ടെ അടുക്കള വശത്തായിക്കോട്ടെ ഡെയിലി മാറാലി അടിക്കും. കാരണം 2 ദിവസം അടുക്കള കതവ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ആ കതവ് മൊത്തം മാറാലി ആയിരിക്കും. നിങ്ങളുടെ എല്ലാ വീടുകളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും 2 സൈഡിലും മാറാലി അടിക്കുന്ന 2 എണ്ണം ഞാൻ വെച്ചിരിക്കും. ഇറങ്ങുന്ന ഉടനെ നമ്മുടെ കണ്ണിൽ കാണും, അതെടുത്തങ്ങ് മാറാലി അടിക്കും. ഒറ്റ ദിവസം മാറാലി അടിച്ചില്ലെങ്കിൽ പോലും വർക്ക് ഏരിയയിൽ ഭയങ്കര മാറാലിയാണ്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കയ്യിലെല്ലാം എനിക്ക് തന്നെ ഇറിറ്റേഷനാണ് പിള്ളേരെ. ഈ പൊള്ളലിൻ്റെ പാടുകളൊക്കെ പുറത്തോട്ടിറങ്ങുമ്പോഴാണ് എൻ്റെ ആ ഒരു നാണംകേട് മനസ്സിലാവുന്നത്. കാണുന്നവരറിയുന്നില്ലല്ലോ നമുക്ക് അച്ചാർ ബിസിനസ്സാണ്, എണ്ണ തെറിക്കുന്നതാണ് എന്നൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ എങ്ങനെ ഇരുന്ന എൻ്റെ കൈയും എങ്ങനെ ഇരുന്ന എൻ്റെ വിരലുകൾ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നായിരുന്നു, ബോംബെയിലായിരുന്ന സമയത്ത് കാണാൻ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഉണ്ടല്ലോ ആ കമൻറ്റ് വായിച്ചിട്ട്, ഞാൻ വായിച്ചപ്പോൾ ഏകദേശം ഒരു 1 മണി ഇങ്ങോട്ടായെന്ന് തോന്നുന്നു. കിടക്കാൻ നേരമാണ് ആ കമൻറ്റ് വായിച്ചത്. ഞാൻ ഇരുന്ന് വെളുപ്പിന് 3-4 മണി വരെ എൻ്റെ ബോംബെയിലെ വ്ളോഗുകൾ വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. എനിക്കൊന്ന് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു അത് കണ്ടിട്ട്. പച്ചക്കറികളും മുറ്റത്തോട്ടിറങ്ങിയാൽ മതിയല്ലോ, ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ. ഇപ്പം സാമ്പാർ അടപ്പയിലുണ്ട്, അന്നേരമാണ് കായം തീർന്നതെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന നിപ്പിൽ തീ ഉറച്ച് വെച്ചിട്ടായിരിക്കും താഴെ ഇറങ്ങിപ്പോയി കായം മേടിക്കുന്നത്. അതുപോലെ പച്ചക്കറി ആയാലും ചിക്കനായാലും മീനായാലും ഡ്രസ്സുകളായാലും എല്ലാം നമ്മുടെ ആ താഴെ തന്നെ. ഞങ്ങളിപ്പോൾ 2nd ഫ്ലോറിലാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ കടകളിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. ഞാൻ ഓഫീസിൽ പോകുന്നതും ഓട്ടോയിൽ ഇരിക്കുന്നതും പിന്നെ മാർക്കറ്റിൽ പോകുന്നതും ഗാലറിയിൽ നിന്ന് നോക്കുന്നതും കുരങ്ങന്മാരെ ഓടിക്കുന്നതും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ഗാലറിയിൽ രാത്രിയിൽ ഞങ്ങൾ പാചകം ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് തന്നെയാണ്, അന്നായിരുന്നു കാണാൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ വരുമ്പം നാട്ടിലെ രീതിയൊക്കെ ആയിട്ടൊന്നും മാറില്ല. അത് ഫ്ലാറ്റ് വീട്, മീൻസ് വീട് ഓഫീസ് ഫുൾ ടൈം നമ്മൾ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ടൈം കൂട്ടുകാരുമായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓഫീസിലാണ്. അതൊരു വേറെ ലൈഫല്ലേ. വരുന്ന വഴി പച്ചക്കറി മേടിച്ചുകൊണ്ട് വരുന്നു, പാചകം ചെയ്യുന്നു, ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, രാത്രി എഡിറ്റ് ചെയ്യുന്നു, കിടക്കുന്നു, രാവിലെ എണീക്കുന്നു. 2 പേരും 2 സമയത്ത്. ദിവസം രാവിലെ പോകും, ചിലപ്പോൾ ഉച്ചയ്ക്കത്തെ ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ രാവിലത്തെ ഡ്യൂട്ടിയാണ്, വൈകിട്ട് തന്നെ വിളിക്കാൻ വരും ഓഫീസിൽ. 2 പേരുടെ ആയിരിക്കും വരുന്നത്. അതൊക്കെ ഒരു പ്രത്യേക ലൈഫാണത്. ഞാനും ശരിക്കും മിസ് ചെയ്യുന്നതാണ് ബോംബെ ലൈഫ്. നിങ്ങളിപ്പോൾ ചിന്തിക്കും പിന്നെ നാട്ടിലാരും ജീവിക്കുന്നില്ലേ, നാട്ടിലെ ലൈഫിന് എന്താണ് കുഴപ്പം? അത് പക്ഷെ കേരളത്തിന് പുറത്തോട്ട് പോയവർ ആ ചോദ്യം ചോദിക്കില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്, 100 അല്ല 200% ഉറപ്പുണ്ട്. കേരളത്തിന് പുറത്തോട്ട് പോയവർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. പക്ഷേ കേരളത്തിന് പുറത്തോട്ട് എങ്ങും പോയിട്ടില്ലാത്തവർ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കും. എന്താണ് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ, ബോംബെ ആണോ വലുതല്ലെങ്കിൽ മറ്റുള്ള നാടാണോ നല്ലത്, കേരളത്തിലെ സുഖം എന്നൊക്കെ ചോദിച്ചാൽ ആ സുഖമായിട്ട് കമ്പയർ ചെയ്യുകയല്ല ഞാൻ. 2 ലൈഫാണ്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്ത് പോയവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ബോംബെ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡറുകൾ വരുമ്പോഴേ ബോംബെയിലെ അഡ്രസ്സ് കാണുമ്പോൾ ബോംബെ എൻ്റെ നാട്, എൻ്റെ സ്വന്തം വീട്, അങ്ങനെയുള്ളൊരു ഫീലിംഗാണ് എനിക്ക്. കേൾക്കുന്നവർക്ക് തമാശയായിട്ട് തോന്നിയേക്കാം, പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ, അതാണ് പറഞ്ഞിരുന്ന ഇങ്ങനെ പറഞ്ഞു. അതാണ് പ്രശ്നം. കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട് കേട്ടോ. ഒന്ന്, കുറേ പേര് എൻ്റെ ബിസിനസ്സിനെ പറ്റി ഞാൻ പല വ്ളോഗിലും പറഞ്ഞതാണ്. എൻ്റെ ബിസിനസ്സിനെ പറ്റി ചോദിക്കാറുണ്ട്, തുടങ്ങാനുള്ള കാരണം എന്താണ്, എങ്ങനെ പോകുന്നു എന്നൊക്കെ. അതേക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഞാൻ ലെമൻസിൻ്റെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം ശ്വാസം മുട്ടൽ വിമിഷ്ടം കേട്ടിട്ടില്ലേ, ശ്വാസം മുട്ടൽ, അതിൻ്റെ മെഡിസിൻ ഉണ്ടോ? ഒരിച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും നടക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ള ഒരു അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ എലമെൻസിൻ്റെ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനിതൊക്കെ അനുഭവിച്ചതാണ്. എൻ്റെ പഴയ ബോംബെയിലൊക്കെ വെച്ചുള്ള വ്ളോഗ് കാണുന്നവർ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം ഓക്സിജൻ ഇട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇൻഹേലർ കാണും. ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഞങ്ങൾ 2nd ഫ്ലോറിലായിരുന്നല്ലോ,
സ്റ്റെപ്പ് കയറുമ്പോൾ ഇൻഹേലർ എൻ്റെ കൈ വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. ഒരു 5 സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ട് അന്നേരം ഇവിടുന്ന് തൊട്ട് മേലത്തെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഷോളിനകത്ത് ആരും കാണാതെ ഇൻഹേലർ കെട്ടിയിട്ടേക്കും, പോകാനൊക്കത്തില്ല. അതുപോലെ തന്നെ വീട്ടിൽ ബാത്റൂമിലോട്ടൊന്ന് പോകുവാണെങ്കിൽ അതെല്ലാ ദിവസവും ഇല്ല എങ്കിലും എല്ലാ ദിവസവും ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യും, കാരണം എനിക്കത് യൂസ് ചെയ്യാതെ ഒക്കത്തില്ല. ഓഫീസിൽ പോകുന്നതിൽ അത് കാണും, ചർച്ചിൽ പോകുവാണെങ്കിൽ അത് കാണും. ചർച്ചിൽ അതിൽ ഇച്ചിരി കഴിയുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും, ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ പോയിട്ട് ഇച്ചിരി ഇൻഹേലർ അടിച്ചിട്ട് വരും. അങ്ങനെയുള്ള ഞാനാണ് ഇപ്പം ഓടിച്ചാടി നടന്ന് ഇത്രയും ജോലി ചെയ്ത് ഇപ്പോൾ ഇൻഹേലർ യൂസ് ചെയ്യുന്നില്ല. എങ്കിലും ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഒരു ഇൻഹേലർ വെച്ചിട്ടുണ്ട്. മറ്റേ എനിക്ക് ഒരു മാസം 4-5 ഇൻഹേലർ ഒരു മാസം, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, അങ്ങനെ ഞാൻ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ദൈവം സഹായിച്ച് ഒരു ഇൻഹേലർ എനിക്ക് 8-9 മാസം ആയാലും തീരത്തില്ല. വല്ലപ്പോഴും യൂസ് ചെയ്യുന്നില്ലെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ. അതിന് മാറ്റം അതിനെക്കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷെ എത്രത്തോളം അത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ തോന്നുന്നു, ആ ബുദ്ധിമുട്ടുള്ളവർ കേട്ടിരിക്കും കേട്ടോ. കാരണം ഞാൻ അങ്ങനെയുള്ള പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്, എങ്ങനെ ഒരു ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഹോസ്പിറ്റൽ വയ്യാതൊക്കെ ആവുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടോ എന്ന് വിളിക്കാൻ നേരം ഞാൻ പറയും, സിസ്റ്ററെ ഡോക്ടർ ഇല്ലെങ്കിലും എന്നെ ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ, എനിക്ക് ഇച്ചിരി ഓക്സിജൻ ഇട്ടാൽ മതി എന്ന് വരെ പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് മാറിയതും അതിന് എന്തൊക്കെയാണെന്നൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ പലരും ഞാൻ ഒരു വീഡിയോ കാൽവേദന മുട്ടുവേദന മാറാം, അതിപ്പോഴും ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴും ആഴ്ചയിൽ ഒരു 10 കമന്റെങ്കിലും അതിനകത്ത് വരാറുണ്ട്. എനിക്ക് അത് ട്രൈ ചെയ്യുന്നു, ഭയങ്കര യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പക്ഷേ ഇത്തിരി ലോങ് വീഡിയോ ആണ്, കാരണം പറയുമ്പോൾ നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ച് വേണ്ടോണല്ലോ പറയാൻ. അങ്ങനെ പറയുന്നവരുണ്ട്, നിങ്ങൾക്ക് കാര്യം പറഞ്ഞുകൂടെ ഇത്രയും വലിച്ചു നീട്ടുന്നതിനാ. പക്ഷേ സ്റ്റാർട്ടിങ് തൊട്ട് എങ്ങനെയൊക്കെയാണ് ഫേസ് ചെയ്ത് വന്നതെന്നുള്ള പറഞ്ഞെങ്കിലേ ആൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം അതേക്കുറിച്ച്, ഈ വിമിഷ്ടത്തിനെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതിന് സമയം വേണം, സമയം പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കി, അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരാളാണ് ഇപ്പം ഇച്ചിരി റെസ്റ്റ് ഇല്ലാതെ ഇത്രയും ഓടിച്ചാടി നടന്ന ജോലികൾ ചെയ്യുന്നു, 10-15 കിലോ വെയിറ്റ് പൊക്കി എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നോൺ സ്റ്റോപ്പായിട്ട് ജോലി ചെയ്യുന്നു. ദൈവം തന്ന വിടുതലാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ ചെയ്ത എന്തൊക്കെയാണെന്നും ഒക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കുറേ ആയി ബ്ലാ ബ്ലാ ബ്ലാ. നമുക്ക് കറി ഉണ്ടാക്കാം. ആരൊക്കെ ഞാൻ പറഞ്ഞത് ഇത്രയും കേട്ടിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത്രയും ഉണ്ടോന്ന്. എന്നിട്ട് കുറെ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പൊ കറി വെക്കാനായിട്ട് പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര ഇട്ടു. അത് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഈ കറി എന്ന് പറയുന്നത് പയറുകറി വെക്കാൻ വേണ്ടിയാണ്. റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് കറി വെക്കുമല്ലോ, ആ സെയിം റെസിപ്പി, ഒരു മാറ്റവും ഇല്ല. സവാള ഇട്ടു, നല്ലതുപോലെ ഒന്ന് വഴറ്റാം. സവാള ഇടുമ്പോൾ വഴണ്ടു വരാനായിട്ട് ലേശം ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. ബീഫ് കറിക്കാണേലും തേങ്ങാക്കൊത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നേരത്തെ തോരൻ എടുത്ത് വെച്ചതിൻ്റെ കുറച്ച് കാന്താരി ബാക്കിയുള്ളത് കൊണ്ട് കിട്ടുന്നേ ഉള്ളേ, അല്ലേ പിന്നെ അവിടെ ഇരുന്ന് കനലായിരിക്കും. സവാള ഒന്ന് വഴണ്ടു വന്നപ്പോൾ അതിനകത്തേക്ക് തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത്തിരി ഒന്ന് അടച്ചു വെച്ച തക്കാളി ഒന്ന് വേവട്ടെ. അതിനുശേഷം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഓരോ കറികളും വെച്ച ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റുന്നത് അന്നേരം അങ്ങ് മാറ്റും. ഇത് ചൂടോടെ അല്ല, നമ്മുടെ തോരനൊന്ന് തണുത്ത ശേഷമാണ് ഞാൻ പാത്രത്തിലോട്ട് മാറ്റുന്നത്. അതിനുശേഷം ആ പാത്രം അന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കാം. അത് ഞാൻ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിന്റെ എല്ലാം അങ്ങനെയാണ് കേട്ടോ, ഒത്തിരി നേരം അങ്ങനെ വെച്ചിരിക്കില്ല, അന്നേരം തന്നെ കഴുകി അങ്ങ് മാറ്റും. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു. അതിനകത്തേക്ക് എരി നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഞാൻ എരി ഉള്ളതും തീരെ എരിയില്ലാത്ത മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ബീഫ് കറി എങ്ങനെയാ, കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചിട്ട് അതിന്റെ വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം ആ മസാലയ്ക്കകത്ത് ഒഴിച്ച് ഇളക്കത്തില്ലേ, അതേ സെയിം ആണ്. നമ്മുടെ പയറിന്റെ വെള്ളം ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആ പയറ് മൊത്തത്തിലിട്ട് ഒന്ന് ഇളക്കാം. ഇതിനകത്ത് കിടന്നും വേവണം, അതനുസരിച്ചേ പയറ് നമ്മൾ വേവിച്ച് വെക്കാവൂ. ഞാൻ കുക്കറിലല്ല വേവിച്ചത്, ജസ്റ്റ് ഒരു തിള വന്നപ്പോഴേ അത് വെന്തിരുന്നു. പിന്നീട് ഞാൻ പയർ വേവിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഇന്ന് മീനച്ചാർ ഇടേണ്ട ദിവസമാണ്. ദിവസം വിളിച്ചു ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് മീൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന നിപ്പില് പെട്ടെന്ന് റെഡിയായി. മീൻ എടുക്കാൻ വേണ്ടി പോവാൻ റെഡിയായി പോയതാണേ. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആവാറായി. ഞാൻ പറഞ്ഞില്ലേ, പാത്രം ഉടനെ ഞാൻ കഴുകി വെക്കാം. ഈ പാത്രത്തിന്റെ സൈഡില് ഒരു പാടുണ്ട്, അത് എന്നത്തെയാണെന്ന് അറിയില്ല. ഞാനത് സ്ക്രബ് ഇട്ട് ഉരച്ചാല് അവിടെ പോറല് വരും. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ഇട്ടേക്കുവാണേ. ഇപ്പൊ ദിവസം എന്താ പോകാൻ റെഡിയായി, വെള്ളവും എല്ലാം, കുപ്പിയും വെള്ളവും എല്ലാം എടുത്തോണ്ടാണ് പോകുന്നത്. ഇപ്പൊ മീൻ കിട്ടാറില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ കേരച്ചൂര കിട്ടുന്നുണ്ടോ? ഭയങ്കര വിലയാണ്.
ഒരു മീനും കിട്ടുന്നില്ല. ഇന്ന് മീൻ കാക്ക വന്നപ്പോ പറയുമായിരുന്നു, കടലില് ഓക്സിജൻ കുറവായതുകൊണ്ട് മീൻ വളരുന്നില്ല, മീൻ കിട്ടുന്നില്ല. അതിന്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ദിവസം കഴിച്ചേച്ചാണ് പോയത്, അവിടുത്തെ ഉള്ളത് കൂട്ടി ഒരു കഴിച്ചേച്ചാണ് പോയത്. കാരണം വരാൻ ലേറ്റ് ആവും. അന്നേരം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് എന്റെ ഡ്യൂട്ടി, ഉച്ച കഴിഞ്ഞല്ല, പക്ഷെ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകും. അപ്പം രാത്രിയിൽ എന്റെ ഡ്യൂട്ടി ഇതാണ്, കഴുകി വൃത്തിയാക്കല്. നല്ല ലേറ്റ് ആവും ഇന്ന് കിടക്കാനായിട്ട്. അപ്പൊ ഉച്ചക്കത്തെ നമ്മുടെ പയറ് കറിയും തോരനും കൂട്ടി കഴിച്ചു. അതിനുശേഷം അച്ചാറിന് വേണ്ടിയുള്ള ഇഞ്ചി ചിരണ്ടക്കം അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഇതാണ് എന്റെ പരിപാടി. എന്താണ്? ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഉള്ളി പൊളിക്കൂ, ഇഞ്ചി ചിരണ്ടു, ഇതൊക്കെയാണ്. അപ്പം ഞാൻ ആസ്വദിച്ചിരുന്നു, ഉച്ചയ്ക്ക് കഴിച്ചതാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. കുറെ കാര്യങ്ങൾ വീണ്ടും പറയണമെന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പറിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ നേരം ആ പേപ്പർ കണ്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കണം. ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഇടുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല, ഒന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലായിടത്തോടും ഓടിപ്പറ്റാൻ പറ്റുന്നില്ല. ഫേസ്ബുക്കിൽ ഇടയ്ക്ക് ഫേസ്ബുക്കിലുണ്ട് കേട്ടോ. ഫോട്ടോസ് ഓരോ ദിവസമുള്ള അപ്ഡേറ്റ് അതിനകത്ത് ഇടാറുണ്ട്, റീൽസ് ഇടാറുണ്ട്. ഇടയ്ക്ക് പഴയ റെസിപ്പികൾ അപ്ഡേറ്റ് ചെയ്തിടുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ ചാനലിൽ ഹിറ്റ് ആയിക്കൊണ്ടിരുന്ന റെസിപ്പികൾ അതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമന്റ് ആണ് എന്റെ സന്തോഷം. അപ്പോൾ വീണ്ടും കുറേ വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാമേ. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.